ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വാച്ചാണത്. G-Shock GBD 200. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലോട്ടാപ്പിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. 3506 എന്ന് പറഞ്ഞ മോഡ്യൂളാണ് ഈ വാച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2 വർഷം ഇന്റർനാഷണൽ വാറണ്ടി ഉണ്ട്. 12,995 രൂപയാണ് ഈ വാച്ചിന്റെ വില. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മെമ്മറി ഇൻ പിക്സൽ ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവും, ഇത് ഒരു നോർമൽ ഡിജിറ്റൽ ഡിസ്പ്ലേ അല്ല. മെമ്മറി ഇൻ പിക്സൽ ഡിസ്പ്ലേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് മെമ്മറി കാരണം ഇതിലെ ഓരോ പിക്സലിനും അതിൻ്റെ ആ കളറ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് പവർ വേണ്ട. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചും കൂടി പവർ എഫിഷ്യൻ്റ് ആണ്. പിന്നെ വിസിബിലിറ്റിയുടെ കാര്യത്തിൽ വളരെ മുന്നിലാണത്. സാധാരണ ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ വെച്ച് നോക്കുമ്പോൾ ഇതിന് വിസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഇതൊരു 46 മില്ലിമീറ്റർ വാച്ചാണ്. ഇതിൻ്റെ ബാൻഡ്സ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് യൂറിത്തിൻ ബാൻഡ്സ് ആണ്. ഇത് മെയിനായിട്ട് ഒരു എന്താ പറയുക, കുറച്ചൊക്കെ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ പോലെ ഫങ്ഷൻസ് ഒക്കെ ഉള്ള, അതായത് ആക്ടിവിറ്റി ട്രാക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാച്ചാണ്. അതുപോലെ ലൈഫ് ലോഗ് ഡാറ്റ, അതുപോലെ ഒരുപാട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യണവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സീരീസാണിത്. ജി സ്ക്വാഡ് സീരീസിൽ പെട്ടതാണ്, പറയാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർക്കൗട്ട് ടൈമിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിയർപ്പൊന്നും അധികം നിൽക്കാണ്ടിരിക്കാനുള്ള തരത്തിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, വെന്റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാപ്സ് ആണ് ഇതിൻ്റെ. സോഫ്റ്റ് യൂറിത്തിൻ ബാൻഡ്സ് ആണ്, റെസിൻ കേസ് ആണ്. ഫസ്റ്റത്തെ കോർ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ആഷ് കളറിലൊരു കോർ ഉണ്ട്. അതിന്റെ മുകളിൽ കൂടെയാണ് ഇതിന്റെ മറ്റൊരു റെസിൻ കോട്ടിംഗ് ഉള്ളത്. ബാക്ക് പ്ലേറ്റ് സ്റ്റീലാണ്, മിനറൽ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ബട്ടൺ ലൈറ്റിന്റെ ആണ് കേട്ടോ. ഒരു സൂപ്പർ ഇലുമിനേറ്റർ വാച്ചാണ്. ഏകദേശം 2 ആഴ്ചയോളം നമ്മൾ ഈ വാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വാച്ചിന്റെ റിവ്യൂവിലേക്ക് കിടക്കാം. ഒരു G-Shock സ്ക്വയർ വാച്ച് അല്പം വലുതാക്കിയ പോലെയാണ് എനിക്ക് ഈ വാച്ച് ഫീൽ ചെയ്യുന്നത്. അത് തന്നെയല്ല, ഫസ്റ്റ് ഫീൽ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ക്വാളിറ്റി ആണെന്നുള്ളതാണ്. ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നോർമൽ ഡിസൈനാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ യോജിക്കുന്ന ഒരു സ്റ്റൈലാണത്. ഇവിടെ ഈ സൈഡിൽ കാണുന്ന അലൻ കീ സ്ക്രൂസ് മാത്രമാണ് ഒരു ടഫ്നെസ് തോന്നിപ്പിക്കുന്ന ഒരു ഭാഗം. സ്ട്രാപ്പ് സോഫ്റ്റ് യൂറിത്തൻ സ്ട്രാപ്പാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം സോഫ്റ്റ് ആണ്. പക്ഷെ ഒരു സ്മാർട്ട് വാച്ചിൽ കാണുന്ന സിലിക്കൺ സ്ട്രാപ്പിന്റെ അത്ര സോഫ്റ്റ്നെസ് പ്രതീക്ഷിക്കരുത്. ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ഒരു മെമ്മറി ഇൻ പിക്സൽ ഡിസ്പ്ലേ ആണ്. ഇതൊരു നെഗറ്റീവ് ഡിസ്പ്ലേ ആയിട്ടാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ നെഗറ്റീവ് ഡിസ്പ്ലേ വെയിലത്ത് കാണാൻ പ്രയാസമാണ്, പക്ഷേ ഇത് ഈസി ആയിട്ട് റീഡ് ചെയ്യാവുന്ന തരത്തിലാണുള്ളത്. അത് മാത്രമല്ല നല്ല ഷാർപ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ജി സ്ക്വാഡ് സീരീസിലെ മിക്കവാറും എല്ലാ വാച്ചുകൾക്കും ഈ MIP ഡിസ്പ്ലേ അഥവാ മെമ്മറി ഇൻ പിക്സൽ ഡിസ്പ്ലേ ആണ് ഉപയോഗിക്കുന്നത്. 5 സ്വിച്ചസ് ആണ് ഈ വാച്ചിലുള്ളത്. ഇവിടെ 1 2 3 4, ഇവിടെ ലൈറ്റിൻ്റെ ഒരുപാട് ഫങ്ഷൻസ് ഉള്ളതുകൊണ്ട് ഈ ഡിസ്പ്ലേ മോഡ് എന്ന് പറഞ്ഞാൽ ഈ 2 സ്വിച്ചും റിവേഴ്സും ഫോർവേഡും ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ ഈ സ്റ്റാർട്ടും ലാപ്പ് എന്ന് പറഞ്ഞാൽ ഈ 2 സ്വിച്ചുകൾ റണ്ണും ബാക്കുമായിട്ട് വർക്ക് ചെയ്യും. റൺ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർ, ആ ഒരു ഫംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യാനുള്ള സ്വിച്ച് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് തിരിച്ചു വരാനുള്ള ഒരു ഇതായിട്ട്. അതുകൊണ്ട് തന്നെ ഈ എൻ്റർ ചെയ്യണോണ്ട് തന്നെ ആ ബട്ടൺമ ഒരു റെഡ് കളർ ആക്സെന്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരു സ്വിച്ച് മുഴുവൻ അത്തരത്തിലുള്ള ഒരു ആക്സെന്റ് ഇല്ല. ഇവിടെ ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ബട്ടണാണ്, സൂപ്പർ ഇലുമിനേറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. 2 ഹൈ ബ്രൈറ്റ്നസ് LEDs ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇവിടെ 20 ബാർ എഴുതിയിട്ടുണ്ട്. വാട്ടർ റെസിസ്റ്റൻസ് ആസ് യൂഷ്വൽ 200 മീറ്റർ ആണ്. ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വാച്ചിന്റെ 100% പൊട്ടൻഷ്യൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാച്ച് ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് കണക്ട് ചെയ്യണം. 38 സിറ്റീസ് കവർ ചെയ്യുന്ന വേൾഡ് ടൈം ഇതിലുണ്ട്. അത് തന്നെയല്ല, ഇതിൽ DST ഓട്ടോമാറ്റിക്കലി ഓണും ഓഫ് ആക്കാൻ പറ്റും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലും സമയം ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവണമെന്നുണ്ടെങ്കിലും ഈ വാച്ച് ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് കണക്ട് ആയിരിക്കണം. ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാം, ഡ്യുവൽ ടൈം ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഡിസ്പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വിവിധ വാച്ച് ഫേസുകളിൽ കൂടെ ഇത് കടന്നു പോകും. നമ്മുടെ സമയം മാത്രമാണ് കാണിക്കുന്നത്, സമയം ഡേറ്റ് മന്തൊക്കെ. അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഡെയിലി സ്റ്റെപ്പ് ട്രാക്കിംഗ് കൗണ്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് അതിന്റെ തന്നെ മന്ത്ലി ഡാറ്റയാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്പ്ലേ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ഇതിൽ വരും. ഈ ഒരു മെനുവിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ 2 ബട്ടൺസ് ഫോർവേഡും ബാക്ക്വേർഡും ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മളിങ്ങനെ താഴത്തേക്ക് പോകാനായിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യാം, മുകളിലേക്ക് പോകാനായിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെ ഫീച്ചേഴ്സ് ഈ വാച്ചിലുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഹോം ടൈം ആണ്, രണ്ടാമത്തെ ടൈം അഡ്ജസ്റ്റ് ചെയ്യണതാണ്, മൂന്നാമത്തെ വേൾഡ് ടൈം, അലാം, പ്രൊഫൈൽ, യൂസർ പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബീപ്പ്, നമ്മുടെ സൗണ്ട് ഇല്ല, അലാം സൗണ്ട്സ് കാര്യങ്ങളൊക്കെ. പിന്നെ ലൈറ്റിന്റെ കാര്യങ്ങൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വൈബ്രേഷൻ അലാം ഉണ്ട്, അത് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പെയറിംഗ്, നമ്മുടെ ഫോണായിട്ട് പെയർ ചെയ്യണത് ഇതിലാണ്. പിന്നെ എയർപ്ലെയിൻ മോഡിലേക്ക് ഈ വാച്ച് മാറ്റാൻ പറ്റും. പിന്നെ നമ്മുടെ ഫോൺ ഫൈൻഡർ, നമ്മുടെ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്ന ഈ വാച്ച് ഉപയോഗിച്ച് ഫോൺ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു സംഭവം കൂടി ഉണ്ട്.
പിന്നെ യൂണിറ്റ്സ് നമ്മൾ കിലോമീറ്ററിലാണോ മൈൽസിലാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂണിറ്റ്സ് എല്ലാം ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ റെഗുലേറ്ററി, ഇതിന്റെ കുറച്ച് റെഗുലേറ്ററി ഇൻഫർമേഷൻസ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒന്നോ രണ്ടെണ്ണം നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഹോം ടൈമിൽ നിന്നുള്ളതിലേക്ക് നിന്നിട്ട് ഈ റൺ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ സിറ്റി, DST ഈ സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്യണത്. എല്ലാത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് കണ്ടോ ഈ ബട്ടണാണ് പ്രസ് ചെയ്യണത്. ഇപ്പോൾ ഡൽഹിയിലാണ് നിൽക്കുന്നത്, UTC ലണ്ടൻ അവിടേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ 2 ബട്ടൺസ് പ്രസ് ചെയ്യാം. ഇപ്പോൾ ഡൽഹി സെലക്ട് ചെയ്യാനായിട്ടും ഇത് തന്നെയാണ് സെറ്റിംഗ് കംപ്ലീറ്റ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ബാക്ക് പോകാനായിട്ടാണ് ഈ ബട്ടൺ ബാക്ക്. ഇനിയിപ്പോൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നേരെ താഴത്തേക്ക് പോവുക, റണ്ണിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ബ്ലൂടൂത്ത് വഴി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് നോട്ട് അവൈലബിൾ എന്ന് കാണിക്കുന്നത്. നമ്മൾ മാനുവലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്തെ ഈ ഓപ്ഷനിൽ പോകാം, മാനുവൽ സെലക്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഫോൺ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലും ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ ഓപ്ഷൻസിൽ കൂടി പോകണില്ല, ഒരുപാട് സമയം എടുക്കും. വെൽ ടൈം അതുപോലെ തന്നെ, അലാം അതുപോലെ തന്നെ, അതുപോലെ യൂസർ പ്രൊഫൈൽസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കണ്ടോ നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ മെയിലാണോ ഫീമെയിലാണോ, ബർത്ത്ഡേ, ഇതിന്റെ റിസ്റ്റ് സൈസ്, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആക്ടിവിറ്റി ട്രാക്കിങ്ങിന് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ യൂസർ പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. യൂണിറ്റ് എന്നുള്ളതിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസിന്റെ ഒക്കെ നമ്മൾ ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്യേണ്ടത്, കിലോമീറ്റർ ആണോ മൈലാണോ, അതൊക്കെയാണ് ഇതിൽ ചോദിക്കുന്നത്. പിന്നെ ഇതിലെ മോഡുകളാണ്. അതിനുവേണ്ടി മോഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ട് മോഡിലേക്ക് വരും. ഒന്നുകൂടി പ്രസ് ചെയ്താൽ സ്റ്റോപ്പ് വാച്ച്, ഒന്നുകൂടി പ്രസ് ചെയ്ത് ആക്ടിവിറ്റി, പിന്നെ നോട്ടിഫിക്കേഷൻസ്. നമ്മുടെ സ്മാർട്ട് ഫോണായിട്ട് നമ്മളിത് പെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ്, അതുപോലെ മെയിൽ, മെസ്സേജ്, വാട്സാപ്പിലെ മെസ്സേജുകൾ, അതുപോലെ സംഭവങ്ങളൊക്കെ, കോൾ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇതിൽ വരും. പിന്നെ നമ്മൾ G-Shock Move എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഉണ്ട്. ഈ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയും സംഭവങ്ങളും എല്ലാം, അതിന്റെ സ്റ്റെപ്പ് കൗണ്ടും കാര്യങ്ങളെല്ലാം ഡീറ്റെയിലും ഇതിൽ കിട്ടും. വളരെ ഈസിയാണ് ഈ ഒരു ആപ്പ് വെച്ച് കഴിഞ്ഞിട്ട് ഇതിലെ സെറ്റിംഗ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്. ആക്ടിവിറ്റി ട്രാക്കിംഗ്, ഹിസ്റ്ററിയും സംഭവങ്ങളൊക്കെ, നമ്മൾ നടന്ന സംഭവങ്ങളെല്ലാം അതിന്റെ ഹിസ്റ്ററി ഒക്കെ ഇതിലുണ്ടാവും. പിന്നെ മോറിൽ പോയി കഴിഞ്ഞാൽ ഈ ഫോൺ ഫൈൻഡർ, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. യൂസർ പ്രൊഫൈൽസ് ഇവിടെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഈ വാച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ താഴെ ജനറൽ സെറ്റിംഗ്സ് എന്ന് വരും. ടൈം ഡിസ്പ്ലേ, പ്രോഗ്രാം ടൈമർ, അലാം, സ്ലീപ്പ്, ലൈറ്റ്, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും, അതായത് നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ആ സംഭവങ്ങളെല്ലാം നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ടൈം അഡ്ജസ്റ്റ് ചെയ്യണത് ഏത് ഫോർമാറ്റാ, ഏത് സമയം വേണ്ടേ, അപ്പോൾ നമ്മുടെ വാച്ചിലെ കംപ്ലീറ്റ് സെറ്റിംഗ്സ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിവിടെ ട്രെയിനിങ് ഫേസ് എന്നുള്ള സംഭവത്തിൽ ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാച്ചിന്റെ ഫേസിൽ എന്തൊക്കെയാണ് എവിടേക്കാണ് കാണിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ടോപ്പിൽ ടൈം, അതുപോലെ സെന്ററിൽ ഡിസ്റ്റൻസ്, ബോട്ടം സ്പേസിൽ പേസ്, ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് കൊടുക്കാനൊക്കെ പറ്റും. അങ്ങനെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഈ വാച്ചിലുണ്ട്. ആക്ടിവിറ്റി ട്രാക്കിങ്ങിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. അത് നമ്മൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അതിൽ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്മാർട്ട് വാച്ച് ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ, പക്ഷെ ഇതിൽ ഞാൻ ഫോണിലാണ്, നമ്മുടെ സാംസങ് അതിന്റെ ഫിറ്റ്നസ് ആപ്പിലാണ് ഞാൻ സ്റ്റെപ്പ് കൗണ്ട് നോക്കിയത്. അതും ഇതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു 5000 സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ ഒരു 50 സ്റ്റെപ്പിന്റെ വ്യത്യാസം കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാണിക്കുന്നത് ഒരു 50 സ്റ്റെപ്പ് കൂടുതലാണ് കാണിക്കുന്നത്. അതൊരു വലിയ വ്യത്യാസമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിത് സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ചെയ്യാണ്ടാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാച്ചിൽ ഇൻബിൽറ്റ് GPS ഇല്ല, സ്മാർട്ട് ഫോണിന്റെ GPS ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിലൊരു ആക്സിലറേഷൻ സെൻസർ മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ അറിവ്. അപ്പൊ ഒരു ആക്സിലറേഷൻ സെൻസർ മാത്രം വെച്ചുകൊണ്ട് അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഡാറ്റ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് GPS കൂടി കണക്ട് ആകുമ്പോൾ ഈ ഒരു 50 സ്റ്റെപ്പിന്റെ വ്യത്യാസം മാറുന്നതാണ്, അതായത് ഏകദേശം ആക്യുറേറ്റ് ആയിട്ട് മാറുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡിസ്റ്റൻസിന്റെ കാര്യത്തിലായാലും സ്പീഡിന്റെ കാര്യത്തിലായാലും ഇതേപോലെ തന്നെ നേരിയതുള്ളൊരു വ്യത്യാസമുണ്ട്. ഈ 50 സ്റ്റെപ്പ് എന്ന് പറയുന്നത് 5000 സ്റ്റെപ്പ് നടക്കുമ്പോഴാണ് 50 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ സ്പീഡിലും അതുപോലെ തന്നെ ഡിസ്റ്റൻസിലും ഈ നേരിയൊരു വ്യത്യാസം കാണിക്കുന്നത്. സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ചെയ്യുന്നതാണ് നല്ലത്, കാരണം വാച്ചിലെ എല്ലാ സെറ്റിംഗ്സും ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻസ് ഒന്നും മിസ് ആവില്ല, നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് റിസീവ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം റീഡബിൾ ആണ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ. പിന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻസിനും അതുപോലുള്ള സംഭവങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാച്ച് പറ്റില്ല. അതിന് വേണം നമ്മളൊരു സ്മാർട്ട് വാച്ച് തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഈ വാച്ചിന്റെ കുറവുകളായിട്ട് തോന്നിയ കാര്യങ്ങൾ ആദ്യം പറയാം. ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉള്ളൂ. ആദ്യത്തെ കാര്യം, ഇതിന്റെ ബെസൽ നല്ല കൂടുതലാണെന്നുള്ളതാണ്. ഡിസ്പ്ലേനേക്കാൾ അധികം സ്പേസ് ഇതിന്റെ ബെസലിനുണ്ട്. പിന്നെ ആക്ടിവിറ്റി ട്രാക്കിംഗ് ആണ്. ഒരു ഹൈ എൻഡ് സ്മാർട്ട് വാച്ചിന്റെ ആക്യുറസി ഒന്നും ഇതിന് പ്രതീക്ഷിക്കരുത്. പിന്നെ ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴേ ഈ വാച്ചിന്റെ 100% നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അടുത്ത സംഭവം ബാറ്ററിയാണ്. ഇതിലെ ബാറ്ററി പെട്ടെന്ന് തീരുന്നുണ്ടെന്നാണ് ഇത് ഉപയോഗിക്കുന്ന നമ്മുടെ ഭൂരിഭാഗം സബ്സ്ക്രൈബേഴ്സും പറയുന്നത്. അതിന് അവർ തന്നെ ഒരു സൊല്യൂഷനും പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഇതിൽ വൈബ്രേഷൻ അലാം ഉണ്ടല്ലോ, അപ്പൊ ആ വൈബ്രേഷൻ അലാം ഓഫ് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ ബാറ്ററി കുറച്ചു കാലം കൂടി നിൽക്കുന്നതാണ് പറയുന്നത്. 2 വർഷമാണ് കമ്പനി ഇതിന് ബാറ്ററി ലൈഫ് പറയുന്നത്. CR2032 എന്ന് പറഞ്ഞൊരു ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ബാറ്ററിക്ക് വലിയ വിലയൊന്നുമില്ല, 194 രൂപയാണ് ഈ ബാറ്ററിയുടെ വില. മറ്റൊരു കാര്യം, ഈ വാച്ചിന്റെ സ്ക്രീനിന് മുകളിലുള്ള ഈ റെസിൻ പാഡിംഗ് ഉണ്ടല്ലോ, അതിന് തിക്നെസ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ബഡ് മാസ്റ്റർ ഒന്നും ഉപയോഗിക്കുന്ന പോലെ GBD200 ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ഈ വാച്ചിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലുക്ക് തന്നെയാണ്. വളരെ ഒതുങ്ങിയ ഒരു മോഡേൺ ഡിസൈൻ ആണ് ഇതിനുള്ളത്. വേണമെങ്കിൽ ഒരു യൂണിസെക്സ് വാച്ച് ആയിട്ടും
കൺസിഡർ ചെയ്യാവുന്ന ഒരു വാച്ചാണിത്. ഒരു 6 ഇഞ്ച് മുതൽ മുകളിലേക്ക് റിസ്റ്റ് ഉള്ളവർക്ക് ഒരു പെർഫെക്റ്റ് വാച്ച് ആയിരിക്കും ഇത്. നിയോൺ ഗ്രീൻ കളർ ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ കളർ ഒക്കെ ഉണ്ട്. ബ്ലൂ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നത്, പക്ഷേ ബ്ലൂ കളർ കിട്ടിയില്ല. പിന്നെ അല്പം ഫ്ലാഷ് ലുക്ക് ഒക്കെ വേണമെന്നുള്ളവർക്ക് നിയോൺ ഗ്രീൻ പെർഫെക്റ്റ് ആയിരിക്കും. കിട്ടുന്ന സാധനമാണ്, പൊളി വൈബാണ്. പിന്നെ ഡിസ്പ്ലേ വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി സ്ട്രാപ്പ് ആണ്. 5 മില്ലിമീറ്റർ ഗ്യാപ്പിൽ ബക്കിൾ ഹോൾസ് ഉള്ളതുകൊണ്ട് പെർഫെക്റ്റ് ഫിറ്റ് ആണ്. നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഓവർ വെയിറ്റ് ഒന്നുമില്ല, നല്ല ലൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നത്തെ കാര്യം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണ്. വാച്ചിലെ എല്ലാ സെറ്റിംഗ്സും ഈസി ആയിട്ട് സ്മാർട്ട് ഫോൺ വഴി സെറ്റ് ചെയ്യാൻ പറ്റും. വലിയൊരു അഡ്വാൻറ്റേജ് ആണത്. എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു വാച്ചാണ്. നോട്ടിഫിക്കേഷന്റെ അധികം ബഹളങ്ങളില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാച്ചാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് കൂടുതൽ വാച്ചുകൾ ഇനി പെട്ടെന്ന് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ടെക്ലുട്ടാപ്പി തന്നെയാണ് അതിന്റെ പേര്. അപ്പോൾ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും.